ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിന് 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സ്റ്റൗവിലേക്ക് പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായാൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നെയ്യ് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇവിടെ നെയ്യ് മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് പാൽ ചൂടായി വരട്ടെ. അപ്പോൾ ഇവിടെ പാൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് 4-5 മിനിറ്റ് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കാം. കട്ടൊന്നുമില്ലാണ്ട് വേണം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്തായി വരുന്ന വരെ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ കട്ടയൊന്നുമില്ലാണ്ട് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. പാനിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ഡൗവിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബദാം, 1 ടേബിൾ സ്പൂൺ പിസ്തയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഡൗ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കനലാണ്ടൊന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത ഡൗ എടുക്കാം. അതും ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച റോള് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം.
എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതും ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മിഠായി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. Thank you.